ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു ദിവസമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ എണീച്ചു ഫ്രഷായി. അപ്പോൾ അമാല് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ കണിയാണെന്ന് കുറേ മെഡിസിൻസ് ആണ് കേട്ടോ. കാരണം അമാലിന് നല്ല പനിയും ചുമയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് ആണ്. അപ്പോൾ അമാല് ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഇത്താത്തയും ഉമ്മച്ചിയൊന്നും ഇല്ലാട്ടോ, അവരൊന്ന് പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഇന്ന് പാത്തുനെ സ്കൂളിൽ വിടുക എന്നുള്ളതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഫുഡ് കഴിച്ചു. പുട്ടും പയറും പപ്പടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്തുൻ്റെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കാണ്. ലഞ്ച് ബോക്സിലോട്ട് പാത്തുക്കുന്ന ദോശയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. കാരണം പാത്തുക്ക് അങ്ങനത്തെ നൈസായിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദോശ, പയർ അതെല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടുന്നത് ഫ്രൂട്ട്സ് ആണ്. ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും ആണ് കൊടുത്തു വിടുന്നത്. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും റെഡിയായി. പിന്നെ പാത്തുക്ക് വാട്ടർ ബോട്ടിലോട്ട് വെള്ളമൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒഴിച്ചു വെച്ചു. അങ്ങനെ പാത്തൂടെ പകുതി പണി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ സെറ്റാക്കി. ഇനി അതിന് ശേഷം നമുക്ക് ഇത് ബാഗിലോട്ട് പാക്ക് ചെയ്യാന്നുള്ളൊരു ചടങ്ങാണുള്ളത്. നമ്മൾ സാധാരണ കൊണ്ടുവന്ന ബാഗിൽ നമ്മൾ ലഞ്ച് ബോക്സ് ഒന്നും കൊടുത്തു വിടാറില്ല. കാരണം കറിയൊക്കെ ലീക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സെപ്പറേറ്റ് ഒരു ബാഗ് എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. അപ്പോൾ ഇതിലാണ് ഫുഡൊക്കെ നമ്മൾ കൊടുത്തു വിടാറ്. ആൾക്ക് എടുക്കാനും എടുത്തു വെക്കാനൊക്കെ എളുപ്പം ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പാത്തൂടെ ബാഗൊക്കെ സെറ്റാക്കി അതിനുശേഷം പാത്തുവിനെ റെഡിയാക്കി. അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് എനിക്ക് ആ പരിപാടിയൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഡ്രസ്സ് ഇടിച്ച് ഹെയർ സെറ്റ് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ യൂണിഫോം ഒക്കെ ഇടിച്ചു. ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് യെല്ലോ കളറിലെ ടീഷർട്ടും ബ്ലാക്ക് കളറിലെ പാൻറ്റായിരുന്നു യൂണിഫോം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യൂണിഫോമിൽ കൊടുത്തിട്ടുണ്ട് ഹെവൻസ്. 10 ഹെവൻസിലാണ് കേട്ടോ പഠിക്കുന്നത്. അടിപൊളി സ്കൂളാണ്. ഇതൊരു പ്രൊമോഷനൊന്നല്ല കേട്ടോ. അങ്ങനെ പാത്തുവിനെ യൂണിഫോമൊക്കെ ഇടിച്ച് അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇനി പാത്തുവിടെ ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പാത്തുവിടെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ. ഇത് അവൾക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നെ കുറേ നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഒന്ന് ഒതുക്കി വെച്ചത് തന്നെ. അതും വലിയ മെനയൊന്നും ആയില്ല. ഞാൻ ആദ്യം പിന്നീടാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതെന്ത് ചെയ്തിട്ട് അങ്ങനെയൊന്നും പിന്നീടാൻ പറ്റണ്ടായില്ല. പിന്നെ ഒരു കണക്കിന് 2 വശത്തും കൂടി ബാൻഡ് ഇട്ടിട്ട് ക്ലിപ്പൊക്കെ വെച്ചിട്ട് ഒരു വിധമാക്കി എടുത്തു. ശേഷം ഷൂവും ഷോക്സൊക്കെ ഇടിക്കുകയാണ്. ശരിക്കും പറയുന്നത് വെനസ്ഡേ ആയതുകൊണ്ട് ഷൂവും ഷോക്സിന്റെ ആവശ്യം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് ഇന്ന് വെനസ്ഡേ ആണ്, അപ്പോൾ ഷൂവും ഷോക്സും വേണ്ടാന്ന്. പക്ഷേ ഞാൻ ഷൂവും ഷോക്സൊക്കെ ഇടിച്ചാണ് ആളെ വിട്ടത്. അങ്ങനെ ആളുടെ പരിപാടികൾ കഴിഞ്ഞു. ആൾക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ടു, ലോഷനൊക്കെ തേച്ചു. പിന്നെ ആളുടെ ബാഡ്ജ് സംഭവങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം ഒരു ഫ്രഷ്നെസ് എല്ലാവർക്കും വേണമല്ലോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കളിക്കുമ്പോഴൊക്കെ വേർക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ബേബീസിൻ്റെ തന്നെ ഒരു സ്പ്രേ ഉണ്ട്, അതൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് പാത്തുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആൾ ബാഗും എല്ലാം എടുത്തിട്ട് ആൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് റോഡിലോട്ട് പോയാലാണ് കേട്ടോ നമുക്ക് ആളുടെ വണ്ടി വന്നത്. അങ്ങനെ ഞാനും അമാലും കൂടിയിട്ട് പാത്തുവിനൊക്കെ കൊണ്ടാക്കി. അപ്പോഴത്തേക്കും വണ്ടി വന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അമാലിൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അമാലൊട്ടും വയ്യ, നല്ല കോൾഡും ചുമയും ജലദോഷം എല്ലാം ഉണ്ട്. അപ്പോൾ ആൾക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഒന്ന് ഫീഡ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മരുന്ന് കാണുമ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഒരു ദേഷ്യമാണ് കേട്ടോ. മരുന്ന് കുപ്പി കാണുന്നത് ആൾക്ക് ദേഷ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയുടെയും ചുമയുടെയും മരുന്നിൻ്റെ കാര്യം നമുക്ക് പറയേണ്ടില്ല. ഭയങ്കര കയ്പും ഭയങ്കര ഒരു മണമൊക്കെയാണ്. അത് ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ ആദ്യം തന്നെ ചുമയുടെ മരുന്നാണ് കൊടുത്തത്. ചുമയുടെ മരുന്ന് കൊടുത്തപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഓക്കാനിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കാനിച്ച് പോയി കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് പോയല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓരോന്ന് കളിപ്പിച്ചെങ്കിൽ ഇങ്ങനെ ഇട്ടാണ്. അതിനുശേഷം പിന്നെ കുറുകലിൻ്റെ മരുന്ന് കൊടുത്തു. കുറുകലിൻ്റെ മരുന്ന് എപ്പോൾ കൊടുത്തു കഴിഞ്ഞാലും ആൾ ഛർദ്ദിക്കും കേട്ടോ. കാരണം കഫം നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കാലാവസ്ഥ മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ. അതായത് രാവിലെ തൊട്ട് ഉച്ചവരെ നല്ല വെയിലായിരിക്കും, പിന്നെ അങ്ങോട്ട് മഴയായിരിക്കും. അപ്പോൾ നമുക്കായാലും പറ്റുന്നില്ല, പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ആ മരുന്നൊക്കെ കൊടുത്തപ്പോൾ ആൾ കുറേ ഒന്ന് ഛർദ്ദിച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആളൊന്ന് ഓക്കെ ആയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലൊക്കെ തുടച്ചു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആൾ കുറച്ച് നേരം കിടന്നു, നല്ലോണം കിടന്നൊന്ന് ഉറങ്ങി. അതിനുശേഷം ഞാൻ ക്ലീനിങ് പരിപാടിയിലോട്ട് പോയി. അപ്പോൾ റൂമൊക്കെ സെറ്റാക്കി. അതിനുശേഷം ടേബിൾ നോക്കിയാൽ ഭയങ്കര മെസ്സായി കിടക്കാറുണ്ട്. കാരണം പാത്തുവിന് സ്കൂളിൽ വരുന്ന തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ വിട്ടുപോയായിരുന്നു. ഞാൻ തന്നെ അതൊക്കെ മെനിയാക്കി. അതിനുശേഷം അമാലിനൊന്ന് മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി, തല നനച്ചില്ല കേട്ടോ, ഒന്ന് മേലൊക്കെ കഴുകിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ആൾ ഉറങ്ങുമല്ലോ, കുറേ നേരം ഉറങ്ങിയതായിരുന്നു. ഞാൻ ചോറിനാന്ന് വിചാരിച്ചു. മീൻകറിയും ഒലുത്തും ചെമ്മീൻ പൊരിച്ചും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. ചെമ്മീൻ കുറച്ച് കരിഞ്ഞു കിട്ടും, അതാണ് അങ്ങനെ ഇരിക്കണേ. പിന്നെ അമാല് വീണ്ടും കിടത്തി ഉറക്കി. അതേന് ഞാനും ഒന്ന് കിടക്കാൻ വേണ്ടി പോയപ്പോഴാണ് കേട്ടോ ഒരു കൊറിയർ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവൾ വിളിച്ചത്. അങ്ങനെ ആ കൊറിയറൊക്കെ ഞാൻ മേടിച്ചു വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുള്ളായിട്ടുള്ള സാധനമാണെങ്കിൽ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് ഞാനെന്നാൽ കൊറിയറൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ പാത്തൂക്കുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടത്.
ഈ സ്കൂളിൽ പിള്ളേർ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അങ്ങനെ എനിക്കും വേണമെന്നും പറഞ്ഞുകൊണ്ട് പാത്തു ഓർഡർ ചെയ്യിച്ചതാണിത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ സോപ്പാണ് കേട്ടോ. ഈ കുട്ടികൾക്ക് നമ്മൾ ചിക്കനും മീനൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ സ്മെല്ല് ഉണ്ടാവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും അത്രയല്ല എല്ലാവർക്കും നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയൊക്കെ നോക്കിയപ്പോൾ ഇത് അടിപൊളിയായിട്ട് നന്നായിട്ട് പതയൊക്കെ വരുന്നുണ്ട്. ഇത് പിന്നെ ഒരു കയ്യിൽ ക്യാമറ പിടിച്ച് ഒരു കയ്യിൽ കഴുകണേം കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അധികം ഇത് തോന്നാത്തത്. പക്ഷേ ഇത് അടിപൊളി സാധനമാണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടെന്നുള്ളവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് അയച്ചാൽ മതി, ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ജോലിക്ക് പോകുന്നവർക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് കഴുകിയൊക്കെ നോക്കിയപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിഞ്ഞൊന്ന് കിടന്നപ്പോഴത്തേക്കും നമ്മുടെ പാത്തുമ്മ വീണ്ടും സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ആളുടെ സ്കൂളിൽ 2:45 കഴിയും കേട്ടോ. അങ്ങനെ ആൾ വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഉമ്മച്ചയൊക്കെ വന്നു. അപ്പോൾ ഇവർ ഗോൾഡ് എടുക്കാനായിട്ട് പോയത്. അങ്ങനെ അവരതൊക്കെ മേടിച്ച് വന്നു. പിന്നെ ഉമ്മച്ചി നിസ്കരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമാല് ഉമ്മച്ചിയുടെ മടിയിൽ കയറി ഇരിക്കുകയാണ്. അമാലിന് ദസ്ബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർ വന്നപ്പോൾ ചായക്ക് കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കട്ടൻ ചായയും ആ കടികളൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അതേൻ്റെ പാത്തൂടെ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട്. പാത്തുക്ക് എന്നും ഇങ്ങനെ ഒരു വീഴ്ചയിൽ ആ ഒരു കലാപരിപാടി ഉള്ളതാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ആൾ പിണങ്ങി പോണതാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളുടെ എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ തന്നെ സീരിയൽ പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അമാല മേലെ കഴിച്ച് ഉടുപ്പൊക്കെ മാറ്റി അമാല ഉറങ്ങാൻ പോവാണ്. നമ്മുടെ ചെറുക്കനും ഉറങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ വാപിച്ച് വന്നപ്പോൾ പീസ് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടെന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ദിവസം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ടാറ്റ ബൈ, സീ യു.